ഇതല്ലേ നമ്മുടെ തമ്പുരാട്ടി സുന്ദരി ആരാ ബിഗ് ബോസിലെ ടോക്സിക് ബിഹേവിയർ ആയിരുന്നു. ഭയങ്കരമായിട്ട് ശപിക്കുക, അതുപോലെ തന്നെയുള്ള കൂടെയുള്ള കണ്ടസ്റ്റൻസിനെ തെറി വിളിക്കുക. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ്. ബിഗ് ബോസിലെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാലം ഒരുപാടായി. ബിഗ് ബോസ് ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി അവിടുന്ന് മുതൽ വെറുത്ത് അവസാനം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കോണ്ടസ്റ്റന്റ് ഉണ്ട്. ആ കോണ്ടസ്റ്റന്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. യെസ് മൈ ഡിയേഴ്സ്, കഴിഞ്ഞ വീക്കിൽ എവിക്റ്റ് ആയിട്ടുള്ള ജാൻമോണി ദാസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ ഭയങ്കര ടോക്സിക് ബിഹേവിയർ ആയിരുന്നു. ഭയങ്കരമായിട്ട് ശപിക്കുക, അതുപോലെ തന്നെയുള്ള കൂടെയുള്ള കണ്ടസ്റ്റൻസിനെ തെറി വിളിക്കുക, അതുപോലെ ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് വീടിനകത്ത് ഒരുപാട് പേര് ഫേക്കായിട്ട് കളിക്കുന്നവരുണ്ട്. പക്ഷേ അതിനിടയിൽ എനിക്കൊരു ഒതന്റിക് പേഴ്സണാലിറ്റി ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയാണ് ജാൻമണി. അതായത് ഉള്ളിലുള്ളത് എന്താണോ അതേപോലെ അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ് ജാൻമണി. സത്യം ശരിയാണ്, ഇങ്ങനെ മോശമായിട്ട് ഗാലി കൊടുക്കുക, അതായത് ഇങ്ങനെ മോശമായ രീതിയിൽ ആളുകളെ തെറി പറയുക, അതുപോലെ തന്നെ വിമർശിക്കുക, അതൊക്കെ മോശമാണ്. പക്ഷെ എങ്കിൽ കൂടെ അറ്റ് ദി എൻഡ് നമുക്ക് വളരെ സ്നേഹിക്കാൻ അറിയുന്ന ഒതന്റിക് ആയിട്ടുള്ള സത്യസന്ധയായിട്ടുള്ള ഒരു ജാൻമണിനെ നമുക്ക് അതിനിടയിൽ കാണാൻ പറ്റും. ദേഷ്യം എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. എസ്പെഷ്യലി ജാൻമണിന്റെ കേസ് പറയുകയാണെങ്കിൽ ജാൻമണി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ കുറെ ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ എനിക്ക് ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ്, ഇമോഷണൽ ഇംബാലൻസ്, ഈ സംഭവങ്ങളൊക്കെ അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ജാൻമണിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതെല്ലാം ബാലൻസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ജാൻമണിക്കില്ല. പിന്നെ അവർ അത്രയും ഒതന്റിക് ആയതുകൊണ്ട് അത്രയും ഒരു എന്താ പറയാ, ആളുകൾ എന്ത് ചിന്തിക്കും, ഞാൻ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് പറയാമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് ജാൻമണി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് ചിന്തിക്കാൻ കൂടെ ഉള്ള ഒരു മനസ്സിനൊരു വേറെ രീതിയിലുള്ള ഒരു കഴിവ് ജാൻമണിക്കില്ല. ഞാൻ ചുരുക്കി പറഞ്ഞു വന്നത് ആള് ഒതന്റിക് ആണ്, റിയൽ ആണ്. അതായത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ കുറച്ചൊക്കെ ഫേക്ക് ആയിട്ട് നിൽക്കണം എന്ന് പോലും ചിന്തിക്കാൻ ജാൻമണിക്ക് കഴിയില്ല. ബിക്കോസ് ഷീ ഈസ് ദാറ്റ് മച്ച് റിയൽ. ഒരുപാട് സ്നേഹം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുകയും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ആവുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ജാൻമണി. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു ആ സ്ത്രീനെ. കാരണം എന്താന്ന് വെച്ചാൽ നോറനൊക്കെ എന്തൊക്കെ പ്രാകുന്നുണ്ട്. എൻ്റെ ഒരു ട്രാൻസ്ജെൻഡർ സ്കില്ല്, എൻ്റെ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ശപിച്ചു കഴിഞ്ഞാൽ അവരെ കുടുംബം മൊത്തം കുളമാകും എന്നുള്ള രീതിയിലൊക്കെയുള്ള ഡയലോഗ്സ് ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ജാൻമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ജാൻമണി ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കരഞ്ഞ് അത്രയും വിഷമിച്ചാണ് പോകുന്നത്. ജാൻമണിക്ക് എതിരെ സംസാരിക്കാൻ ഒരുപാട് പേര് ഹൗസിനകത്തുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും നല്ല സ്ട്രോങ് കോണ്ടസ്റ്റന്റ് ആയി പിടിച്ചു നിന്നു എന്നുള്ളതാണ്. പിന്നെ പുറത്ത് ജാൻമണിക്കെതിരെയുള്ള കുറേ എന്താ പറയാ, കുറേ വർക്കുകളും അതുപോലെ തന്നെ മീഡിയയിലൂടെയും അതിലൂടെയൊക്കെയുള്ള കുറേ പ്രൊപ്പഗൻഡേഴ്സ് ഒക്കെയാണ് നമ്മുടെ ജാൻമണിയുടെ വോട്ട് കുറച്ചത്. പക്ഷെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഷീ ഇസ് എ ജെം എന്നുള്ളതാണ്. ഇറങ്ങിപ്പോണ സമയത്ത് ആ പൊട്ടി കരയുന്ന ആ കരച്ചിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാവും ഷീ ഈസ് എ റിയൽ പേഴ്സൺ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരില്ല. ഞാൻ കണ്ട ബിഗ് ബോസിൽ സോ ഫാർ ഞാൻ പറയുന്നില്ല ഇപ്പൊ ഈ 6 സീസൺസ് കംപ്ലീറ്റ് ഞാൻ കണ്ടു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന സമയത്ത്, എവിക്ഷൻ എല്ലാം കാണുന്ന സമയത്ത് ആരും പൊട്ടിക്കരഞ്ഞ് ഇറങ്ങിപ്പോയത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം, ബട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത്രയും കരഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി. ലാലേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടും, അതായത് മോഹൻലാലിൻ്റെ അടുത്ത് എത്തിയിട്ടും ജാൻമണിയുടെ കരച്ചിൽ നിൽക്കുന്നില്ല. ഷീ സേയ്സ്, അവള് പറയുന്നത് എനിക്ക് വീട്ടിലുള്ളവർ അത്ര ഇഷ്ടമാണ്. ജാൻമണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫാമിലിയും അതുപോലെ തന്നെ സ്നേഹിക്കാനൊന്നും അത്ര ആളുകൾ ഇല്ലാത്തൊരു മനുഷ്യനാണ്. കാരണം ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ അവഗണനകളും അതുപോലെ തന്നെ പരിഹാസങ്ങളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം, ഒരു സ്ത്രീ ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസ് അവർക്കൊരു സ്വന്തം വീട് പോലെയായിരുന്നു. അപ്പം അവര് പവർ ടീമിലായിരുന്ന സമയത്ത് പൂജ, അതുപോലെ തന്നെ സിബിൻ, ജിൻറ്റോ, പിന്നെ അതുപോലെ തന്നെ ഋഷി, പിന്നെ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടുകെട്ടായിരുന്നു. അപ്പം അതിലിപ്പം പൂജയും എവിക്റ്റ് ആയിട്ടുണ്ട്. പൂജ എവിക്റ്റ് ആയതല്ല, പക്ഷെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പൂജ എന്തായിട്ടുണ്ടെന്നറിയോ, തിരിച്ച് നാട്ടിലേക്ക്
പോന്നിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് ജാൻമണിയും അതുപോലെ തന്നെ പൂജയും തമ്മിൽ കാണുന്നതിൻ്റെ ഒരു രംഗമുണ്ട്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ നമ്മുടെ ജാൻമണിയുടെ ഒരു ചിരിയുണ്ട്, ഭയങ്കര റിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം തിരിച്ചു വരാം. അങ്ങോട്ട് പറയൂ ഹലോ ഹായ്. അങ്ങോട്ട് നീക്കാം കുറച്ച്. ഇവിടെ മെല്ലെ മതി, മെല്ലെ തനിയല്ലേ പറഞ്ഞേ. അവിടെ സായിരുന്നുള്ളൂ. എല്ലാവരും അങ്ങോട്ട് പോകണ്ട, കൊച്ചിനെ ഫ്രീ ആക്കി. ഇതല്ലേ നമ്മുടെ തമ്പുരാട്ടി സുന്ദരി ആരാ ബിഗ് ബോസിലെ? സംസാരിക്കാം. നിങ്ങളൊക്കെ വരുന്നതിനെ കുറച്ച് മേനയിലൊക്കെ വന്നിരുന്നു. ഞാൻ ഓടി പിന്നെ പറയണ്ട ഫുൾ ടൈം ഡ്രസ് ചെയ്ത് അല്ലല്ല പൂജാപ്പി വന്നാല് ഫുഡ് കഴിക്കാൻ ഒരാളിരിക്കുന്നത് അവിടെ അങ്ങനെയൊന്നല്ലായിരുന്നു. നാട്ടകറാണി കുറെ നേരം നിൽക്കാൻ പറ്റില്ല. നന്നായിട്ട്. അപ്പൊ ടാസ്കിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് പോണില്ല. ഇല്ല, പക്ഷെ നമ്മള് ഫിനാലിക്ക് പോവല്ലോ, നമ്മൾ അടിച്ചു വിളിക്കാൻ പോകും. ജാൻമണിയെ ചിന്തൂരെ ഭയങ്കര മിസ് ചെയ്യുന്നു പറഞ്ഞു. ജാൻമണിക്ക് ചിന്നൂനെ മാത്രമല്ല മിസ്സിങ്. ശരി, അപ്പൊ ഇനി ഞാന് ജാൻമണി പൂജ ആരെ ശരിക്കും മിസ് ചെയ്യാം? ഞാൻ സിബിനും ഋഷി അതൊക്കെ ആയിരിക്കും. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനും പോന്നപ്പോ എന്നെയും കൂടെ വിളിച്ചോണ്ട് പോകുന്നതായി എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ. ഇതിനകത്ത് പൂജനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം എക്സ്പ്രസ് ചെയ്തിട്ട് ജാൻമണി. അപ്പം ഈ ഒരു ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ള വേറെ ഒരുപാട് പേരുണ്ട്. യമുനയുണ്ട്, യമുന റാണിയോ അങ്ങനെ എന്തോ അവരുടെ പേര്, യമുനയുണ്ട്, വേറെ ഒരുപാട് പേര് എവിക്റ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷേ അവരാരും വന്നിട്ടില്ല പൂജനെ സ്വീകരിക്കാൻ വന്നത് നമ്മുടെ ജാൻമണിയാണ്. ജാൻമണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലവിങ്, കെയറിങ് ആൻഡ് അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ആണ് എനിക്ക്, അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് എനിക്ക് ജാൻമണിനെ കുറിച്ച് പറയാനുള്ളത്. ഷീ ഈസ് സച്ച് എ നൈസ് പേഴ്സൺ. അപ്പം നിങ്ങൾക്ക് എന്താണ് ജാൻമണിനെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ജാൻമണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് എ റിയൽ ജെം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഷീ ഈസ് റിയലി അണ്ടർസ്റ്റാൻഡബിൾ. നമുക്ക് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ജസ്റ്റിഫൈ ഹർ ആക്ട്സ് ഇൻ ദി നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഐ മീൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് അവരുടെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് അവർ ലാസ്റ്റ് ഡേ ഇറങ്ങിപ്പോരുന്ന സമയത്താണ്. ലാസ്റ്റ് ആ ഒരു ലൈറ്റ്, ഒരു റെഡ് ലൈറ്റ് ജാൻമണിയുടെ മേലേക്ക് വന്നപ്പോൾ ജാൻമണിയുടെ ഒരു എക്സ്പ്രഷൻ. ജാൻമണിയും ജിൻഡോ നല്ല സുഹൃത്തുക്കളാണ്. അവർ സിഗരറ്റൊക്കെ വലിക്കുന്ന നല്ല അടുത്ത കൂട്ടുകാരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ 6 സിഗരറ്റ് വലിക്കുന്ന 2 പേരാണ്. ഒന്ന് ജിൻഡോയും അതുപോലെ ഒന്ന് ജാൻമണി ദാസുമാണ്. അപ്പം ഈ 2 പേരും സിഗരറ്റ് വലിക്കുന്ന അത്രയും സിഗരറ്റ് വലിക്കുന്ന എന്തോ വലിയ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, അത്രയും ക്ലോസ് ആയിട്ടുള്ള കമ്പാനിയൻസ് ആണ്. അപ്പൊ അവര് 2 പേരും തമ്മിലുള്ള പിരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൃദയഭേരി ആയിട്ടുള്ള ഒരു പിരിയലാണ്.
ജാൻമണീനെ ജിൻഡോ കെട്ടിപ്പിടിച്ചിട്ടൊരു കരച്ചിലുണ്ട്. അത് നമുക്ക് അവര് ലിറ്ററലി സൗണ്ട് ഇട്ടിട്ട് പരിസരം പോലും മറന്നിട്ടുള്ള ഒരു കരച്ചിലായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ആർക്കാണെങ്കിലും ജാൻമണീനോട് ഒരു സഹതാപം ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്യുന്നത് തുടക്കത്തിലൊക്കെ എനിക്ക് സഹതാപമായിരുന്നു. ഒക്കെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു പ്രശ്നങ്ങളാണല്ലോ ഇതൊക്കെ എന്നുള്ള ഒരു വിഷമമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ജാൻമണീനെ ഇഷ്ടമായി തുടങ്ങി. ഷീ സച്ച് എ നോബൽ സോൾ എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. സത്യത്തിൽ ആള് നിഷ്കളങ്കന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കുറേ സാഹചര്യങ്ങളും പിന്നെ കുറേ എന്താ പറയുക പ്രൊവോക്കിംഗ് ആണല്ലോ അതിനകത്ത് ഏറ്റവും വലിയൊരു ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെ ജാൻമണീനെ പ്രൊവോക്ക് ചെയ്ത് അവരുടെ ഒരു റിയൽ ക്യാരക്ടറിൽ മാത്രമേ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജാൻമണീൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ട കോണ്ടസ്റ്റൻസിൽ ഒരാൾ ജാൻമണി ആയിരുന്നു. ജാൻമണി ആ ഹൗസിൽ കുറച്ചു കാലം കൂടി ഉണ്ടാവണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഇപ്പം ലാസ്റ്റ് ആയ സമയത്തേക്കൊക്കെ ജാൻമണിക്കുള്ള വോട്ട് കൂടുതലായിട്ട് വരാൻ തുടങ്ങി എന്നുള്ളത്. തുടക്കത്തിലൊക്കെ ജാൻമണിക്ക് ഒട്ടും വോട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് ജാൻമണീൻ്റെ സ്വഭാവം കുറേയൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പം ആളുകളുടെ വോട്ടും സ്നേഹവും എല്ലാം ജാൻമണിക്ക് വരാൻ തുടങ്ങി. പക്ഷേ വിധി മറിച്ചൊന്നായിരുന്നു. ബാക്കിയുള്ളവരുടെ അത്ര വോട്ട് ജാൻമണിക്ക് കിട്ടാത്തത് കൊണ്ട് ജാൻമണി എവിക്റ്റായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ജാൻമണി ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 അവസാനിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവരുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ കാണാനും ഒത്തുകൂടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അവരുടെ ഒരു സൗഹൃദം താഴ്ച വളരുന്നത് നമുക്കിനി സോഷ്യൽ മീഡിയയിലൂടെയും അതിലേയും ഒക്കെ ആയിട്ട് കാണാം. നമുക്കറിയാം മുന്നത്തെ ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകളെല്ലാം ബിഗ് ബോസ് ഹൗസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം എപ്പോഴും നല്ല സുഹൃത്തുക്കളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അവരുടെ പ്രസൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്കും എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ജാൻമണിയും കൂട്ടുകാരും എല്ലാവരും ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമെന്നുള്ളത്. പിന്നെ കൂട്ടത്തിൽ പൂജയുടെ അസുഖമെല്ലാം പെട്ടെന്ന് മാറി അവൾ തിരിച്ച് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നോർമൽ ലൈഫിലേക്ക് വരട്ടെ. ഇനി എന്തായാലും ഒരു തിരിച്ചു പോക്ക് പൂജയ്ക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് ഉണ്ടാവില്ല. കാരണം നോർമൽ ആളുകളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും പൂജയ്ക്കും അസുഖമെല്ലാം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Till then, bye bye.